റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ഗോബി തയ്യാറാക്കുന്നതിനായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറുകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെല്ലാം വാരി വെക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊരു കുഴമ്പ് രൂപത്തിലാക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറുകൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കോരി മാറ്റാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്ന വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഡിഷ് ഒരു കുഴമ്പ് രൂപത്തിലാണ് വരേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്തിളക്കാം. ഇപ്പോൾ നമ്മുടെ ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്.